നമസ്കാരം. ഒരു പുതുവർഷം കൂടി പിറക്കുകയാണ്. പലരും പുതുവർഷത്തിൽ നിരവധി പദ്ധതികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ തൊഴിലിടങ്ങൾ തേടിയുള്ള അന്വേഷണം. കൂടുതൽ ശമ്പളം തന്നെയാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാളികൾ തന്നെയായിരിക്കും ലോകത്തെ ഏറ്റവും അധികം പ്രവാസം നടത്തുന്ന ഒരു ജനസമൂഹം. പഞ്ചാബുകാരെക്കുറിച്ചും ഗുജറാത്തുകാരെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ടെങ്കിൽ പോലും കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം പേർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും. പ്രവാസം ആരംഭിച്ച കാലത്ത് തന്നെ സിംഗപ്പൂരും അതുപോലെ മലേഷ്യയിൽ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഭാഗത്തു നിന്നൊക്കെയാണ് ആദ്യമായി പ്രവാസം ആരംഭിച്ചത്. പിന്നീട് ഇവരിൽ പലരും ലണ്ടനിലേക്ക് പോയി, അങ്ങനെ പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാധ്യതകൾ വന്നു. ഇപ്പോൾ കൂടുതൽ പേരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്ന് മലയാളി സാന്നിധ്യം സജീവമാണ്. അങ്ങനെയുള്ള പലരും ഒരുപക്ഷേ പുതുവർഷത്തിലായിരിക്കും പുതിയ ജോലി സാധ്യതകൾ തേടിയിറങ്ങുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുവെയുള്ള ശമ്പള വ്യവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള കാര്യം അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നവർ ആദ്യമേ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ശരാശരി ശമ്പളം 40,000 യൂറോ എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും അത് അവരുടെ സ്ഥിതി അനുസരിച്ച് ഒരുപാട് വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാകാറുമുണ്ട്. ഇതിലേറ്റവും കുറഞ്ഞ ശമ്പളമുള്ള രാജ്യം ബൾഗേറിയയാണ്. 15,857 യൂറോ ആണ് ഇവിടെ ഒരു പ്രതിമാസം ഒരു ജീവനക്കാരന് ശമ്പളം കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ശമ്പളം കിട്ടുന്ന രാജ്യമാണ് ലക്സംബർഗ്. 82,969 യൂറോയാണ് ഇവിടെ മിടുക്കനായ പ്രഗത്ഭനായ ഒരു ജീവനക്കാരന് ഒരു മാസം കിട്ടുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം എത്രമാത്രം വലുതാണ് എന്ന്. ലക്സംബർഗിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ എത്രയോ ചെറിയൊരു തോതാണ് ഈ ബൾഗേറിയയിൽ ആളുകൾക്ക് പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ 5 രാജ്യങ്ങൾ, ഈ 5 രാജ്യങ്ങളെന്ന് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം, ഇവരാണ് 50,000 യൂറോ അടിസ്ഥാന ശമ്പളം നൽകുന്നത്. ഇവിടെ ശരാശരി ശമ്പള നിരക്ക് 50,000 യൂറോയാണ്. ഡെൻമാർക്ക്, അയർലൻഡ്, ബെൽജിയം, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഉയർന്ന ശമ്പള നിരക്കുള്ളത്. ഇത് ഉറപ്പാണ്. ഇത്രയും രൂപ ശമ്പളം എന്തായാലും അവിടെ അടിസ്ഥാന ശമ്പളം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരാശരി ശമ്പളം ഇത്രയും തന്നെ ലഭിക്കും. എന്നാൽ ഗ്രീസ്, ഹംഗറി പോലെയുള്ള രാജ്യങ്ങളിൽ പ്രതിമാസ ശമ്പളം എന്ന് പറഞ്ഞാൽ 20,000 പൗണ്ടിലും താഴെയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ രാജ്യങ്ങളിലേക്ക് തന്നെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറിയ ശമ്പള നിരക്ക് അവിടെ. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ട്രേഡ് യൂണിയനുകൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതും ഒരു പ്രധാനമാണ്. അതിനെ കൂടി ആശ്രയിച്ചിരിക്കും ജീവനക്കാരുടെ ശമ്പള വർധനയിലും മറ്റുമുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുക. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഏറ്റവും അധികം ഉയർന്ന നിരക്കിലുള്ള ശമ്പളം നൽകുന്നത്. അതേസമയം കിഴക്കൻ യൂറോപ്പിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലുമൊക്കെ തന്നെ താരതമ്യേന ചെറിയ ശമ്പളമാണ് ലഭിക്കുന്നത്. അത് ഒരുപക്ഷെ അവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് കഴിഞ്ഞുകൂടാൻ തന്നെ കഴിയുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ചെറിയ ശമ്പളമാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളോട് വലിയ തോതിലുള്ള പണമൊക്കെ വാങ്ങി ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ജോലി വാങ്ങി തരാം എന്ന് പറയുമ്പോൾ അവിടുത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പ്രധാനമായും രാജ്യങ്ങളുടെ സമ്പദ്ഘടനയും അവരുടെ ഉൽപ്പാദനക്ഷമതയും തന്നെയാണ് ശമ്പളത്തിൻ്റെ തോത് ഉയരുന്നതിനും കുറയുന്നതിനും പ്രധാന കാരണമായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ യൂറോപ്പിലെ പടിഞ്ഞാറൻ ഭാഗവും അല്ലെങ്കിൽ വടക്കൻ ഭാഗങ്ങളൊക്കെ തന്നെ അവർ വളരെ എല്ലാ കാര്യങ്ങളും ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിലും സാമ്പത്തിക സ്ഥിതി കാര്യത്തിലാണെങ്കിലുമൊക്കെ തന്നെ വളരെ ഉയർന്ന നിലയിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ നിങ്ങൾക്ക് ഉയർന്ന നിരക്കിലുള്ള ശമ്പളമായിരിക്കും ലഭിക്കുക. ഫിനാൻസ്, IT, അതുപോലെ നിർമ്മാണ മേഖലയിലെ സംരംഭങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരം ഈ സമ്പന്നമായ രാജ്യങ്ങൾ കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ പ്രായോഗിക പരിചയവും ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ആയിരിക്കണം എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉയർന്ന ശമ്പള നിരക്ക് ലഭിക്കും. നമുക്കറിയാം IT മേഖലയിലും ഫിനാൻസ് മേഖലയിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലൊക്കെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ ജോലി ലഭിക്കുകയുള്ളൂ. അതായത് വെറും ഒരു ഡിഗ്രിയും കൊണ്ട് അല്ലെങ്കിൽ PG കൊണ്ട് അവിടെ ചെന്നാൽ ഒരു ജോലിയും കിട്ടാനുള്ള സാധ്യതയില്ല. കാർഷിക വ്യവസായങ്ങൾ, ടെക്സ്റ്റൈൽ മേഖല തുടങ്ങിയ രംഗങ്ങളിലാണ് ശമ്പളം പൊതുവെ ഇത്തരം രാജ്യങ്ങൾ കുറവായി കിട്ടുന്നത്. അതിൻ്റെ പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ കാർഷിക മേഖലയിലും തുണി വ്യവസായത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ തോത് ഒരു IT വ്യവസായം പോലെയോ അതല്ലെങ്കിൽ ഫിനാൻസ് ഇൻഡസ്ട്രി പോലെയൊക്കെ തന്നെ അത്രയും മെച്ചപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കാം അവിടെ കുറഞ്ഞ ശമ്പള നിരക്കുകൾ ഇപ്പോഴും പ്രാബല്യത്തിലിരിക്കുന്നത്. മിനിമം വേതനം കൂടുതലുള്ള രാജ്യങ്ങളിൽ ശരാശരി വേതനവും വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ. നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇപ്പോൾ തൊഴിൽ തട്ടിപ്പുകൾ സജീവമാണ്. നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് NOC വിസ അനുവദിക്കുമെന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്ന് പൈസ പറ്റിക്കുന്ന ഒരുപാട് സംഘങ്ങളുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ജോലിക്കുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതും അവിടെ
യൂറോയും പൗണ്ടും ഇതൊക്കെ ആണല്ലോ, അത് ഇന്ത്യയുടെ വിനിമയ നിരക്കുമായി കൂട്ടുമ്പോൾ വലിയൊരു തുകയായിരിക്കും എനിക്ക് മാസം ശമ്പളം കൈ കിട്ടുക. അങ്ങനെ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാമെന്ന് പറഞ്ഞാണ് പലരും കിടപ്പാടം വരെ എഴുതി വിറ്റ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് പണം നൽകുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴായിരിക്കും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, തങ്ങൾ എത്തപ്പെട്ടിട്ടുള്ളത് ശരിയായ സ്ഥലത്തല്ല, അല്ലെങ്കിൽ ശരിയായ ജോലിയിലല്ല, അർഹമായ ജോലി സ്ഥലത്തല്ല താൻ എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ ശമ്പളം സ്വപ്നം കണ്ട് പോകുന്നവർ ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമായി പരിശോധിക്കുക. ഇത് സംബന്ധിച്ച വിദഗ്ധരമായ അഭിപ്രായം തേടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ശമ്പളത്തിൻ്റെ തോതിലുള്ള വലിയ ഗണ്യമായ 5 ഇരട്ടി വരെ വ്യത്യാസമുള്ള രാജ്യങ്ങളുടെ കാര്യം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ അവിടെ നേടേണ്ടി വരും. ഒരുപക്ഷെ ഈ ഏജൻറ്റന്മാർ നിങ്ങളോട് പറയുന്ന തുക ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് അവിടെ ശമ്പളമായി ലഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ശമ്പളം ലഭിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സാധാരണ വളരെ ഈ ടെക്സ്റ്റൈൽ മേഖലയൊക്കെ പോലെ അല്ലെങ്കിൽ കാർഷിക മേഖല പോലുള്ള രംഗങ്ങളിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നത് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കും പോലത്തെ വലിയ തോതിലുള്ള, അല്ലെങ്കിൽ ഇവർ നമുക്ക് വാഗ്ദാനം ചെയ്യും പോലെയുള്ള ശമ്പളം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ പഠിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശം തേടിയിട്ട് മാത്രം പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയും നിങ്ങൾ വല്ലാതെ ദുരിതക്കയത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും.